വാർത്തകൾ തുടരുന്നു. ചളിങ്ങാട് GMLP സ്കൂളിൽ 96ാം വാർഷികാഘോഷവും വിരമിക്കുന്ന പ്രധാനാധ്യാപിക PA ജെബിക്ക് യാത്രയയപ്പും നൽകി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളെ പഠിപ്പിച്ച് നല്ല നിലയിലെത്തി അവരെ ഡോക്ടർമാരാക്കാനും വക്കീൽമാരാക്കാനും ഒക്കെ ഇവരുടെ ഒരുപാട് പ്രയത്നത്തിന്റെ ബലം കൊണ്ടാണ് നമ്മൾക്കൊക്കെ അത്തരത്തിലുള്ള സത്യത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അവര് ഈ സ്കൂളിൽ നിന്ന് പോകും എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തില് 3/4 സ്കൂളുകളും കുട്ടികളുമായിട്ട് പോയിരുന്ന ടീച്ചർമാര് ഇനി ഒരു വിശ്രമവേളയാണ് അവര് ആഗ്രഹിക്കുന്നത്. പക്ഷെ കുറച്ചൊക്കെ വിശ്രമിക്കാം, അത് കഴിഞ്ഞ് തുടർന്നു നിങ്ങളൊക്കെ പൊതുസമൂഹത്തിന് ആവശ്യമുള്ളവരാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വീട്ടിലിരിക്കാതെ ഇപ്പൊ വിരമിച്ചും കളഞ്ഞ് യാത്രയൊക്കെ നൽകി കളഞ്ഞ് കുറച്ച് നാള് റെസ്റ്റ് എടുക്കുക, അല്ലെ? ഒരു റെസ്റ്റ് ആവശ്യമാണ്. അപ്പോഴാണ് ഇവിടെ ഉണ്ടായിരുന്ന ആ സേവനത്തിന്റെ മഹത്വം കൂടുതലായിട്ട് അവർക്ക് ഈ വിശ്രമവേളയിൽ അനുഭവിക്കാനായിട്ട് കഴിയും. അതൊരു വലിയൊരു സങ്കടം തന്നെയെന്ന് വിരമിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും. എന്നാലും അവരൊരുപാട് നല്ല പ്രവർത്തനങ്ങൾ, സമൂഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ടൊക്കെ അവർക്ക് ഇനിയും കഴിയും. കാരണം ഇപ്പൊ നമ്മൾക്കറിയാം, പ്രായം ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ അവർ വിരമിക്കുന്ന പ്രായമല്ല. യാത്രയപ്പ് കൊടുത്ത് നമ്മളെ വീട്ടിലിരുത്തേണ്ട ഒരു പ്രായമല്ല. വാർഡ് മെമ്പർ PA ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഷാജി മതിലകം എന്നിവർ മുഖ്യാതിഥികളായി. നമുക്കൊന്നും ഇപ്പൊ ആ പ്രായത്തിലൊന്നും ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗം എനിക്ക് കിട്ടുമെന്നൊന്നും എനിക്ക് അറിവുണ്ടായിരുന്നില്ല. ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അതൊന്നും. അപ്പൊ എങ്ങനെയോ അതിലെത്തിട്ട് അപ്പൊ അതിൽ നിന്ന് അത് കഴിഞ്ഞ ശേഷം ഞാൻ അതിനുശേഷം ഇങ്ങനൊരു പഞ്ചായത്തിൽ ഇങ്ങനൊരു വന്നപ്പോൾ അങ്ങനെ മത്സരിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ പിന്നെ നമ്മള് കുറച്ച് സോഷ്യലായിട്ട് നമുക്ക് കുറച്ച് നമ്മുടെ പ്രദേശത്ത് ഇറങ്ങി നടന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സേവനം ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ രോഗിയായിട്ട് കിടക്കുന്നവരെ എടുത്ത് പോയി കുറെ നേരം സംസാരിക്കുക, അവരെ സന്തോഷിപ്പിക്കുക, അതുപോലെ പ്രായമായവരോട് ഒരുപാട് ഇടപഴകുക. ഇതൊക്കെ ആയിരുന്നു എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളൊക്കെ. മതിലകം BPC APC ജിമോൾ, PTA പ്രസിഡന്റ് സൈനബ സഗീർ, മാതൃസംഗമം പ്രസിഡന്റ് ഷാബിദ ജമാൽ, അധ്യാപികമാരായ CA ഫസീല, NA നസീമ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ അനന്യസമേതം പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്തും പൊതുവിദ്യാഭ്യാസ വകുപ്പും വനിതാ ശിശു വികസന വകുപ്പും എടത്തുരുത്തി ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റൊന്ന് പച്ചത്തുരുത്ത്, മറ്റൊന്ന് അമ്മ വായന, മറ്റൊന്നുള്ളത് വിദ്യാർത്ഥികളുടെ ഗ്രാമസഭ. ഇത് നമ്മൾ ഈ വർഷം പൂർത്തിയാക്കേണ്ട പ്രവർത്തനം. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റി കൂടി അതിന് വേണ്ടപ്പെട്ട വിദ്യാഭ്യാസ പ്രവർത്തകരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ചരിത്രങ്ങളെ സംബന്ധിച്ചുള്ള അവതരണങ്ങൾ കഴിഞ്ഞു. വിവിധ സ്കൂളുകളിൽ നിന്ന് അതിനുവേണ്ടി കുട്ടികൾ മികവാർന്ന രീതിയിലാണ് അതിൻ്റെ അവതരണം നടത്തിയത്. ഇനി അത് ജില്ലാ തലത്തിൽ അതിൻ്റെ സമ്മാനങ്ങളും അതിലേക്ക് പ്രഗത്ഭരായിട്ടുള്ള വിദ്യാലയങ്ങളെയും കുട്ടികളെയും തിരഞ്ഞെടുത്തു. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS നിഖിൽ, വാർഡ് മെമ്പർ ശൈലജ രവീന്ദ്രൻ, പ്രധാനാധ്യാപകൻ TV സജീവ്, സ്റ്റാഫ് സെക്രട്ടറി TN അജയ്കുമാർ എന്നിവർ സംസാരിച്ചു. ജില്ലാ റിസോഴ്സ് പേഴ്സൺ MG ജയശ്രീ, നാടകപ്രവർത്തകൻ PM ബിനിൽകുമാർ എന്നിവർ ക്ലാസ് നയിച്ചു. പെരിഞ്ഞനം പള്ളിയിൽ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് രാവിലെ ശീവേലി നടന്നു. 3 ഗജവീരന്മാർ പ്രഭാത ശീവേലിയിൽ അണിനിരന്നു.
ഊട്ടോളി മഹാദേവൻ ഭഗവതിയുടെ തിടമ്പേറ്റി. പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ പഞ്ചാരിമേളവും ഉണ്ടായിരുന്നു. വൈകിട്ട് കാഴ്ചശീവേലി, ഇരട്ട തായമ്പക, ഏകാദശി വിളക്ക്, പള്ളിവേട്ട എന്നിവ നടക്കും. നാളെ വൈകിട്ട് നടക്കുന്ന ആറാട്ടോടെ ഉത്സവാഘോഷങ്ങൾക്ക് സമാപനമാകും. ബെവ്കോയിൽ ശമ്പള പരിഷ്കരണം സർക്കാർ ഉടനടി നടപ്പിലാക്കണമെന്ന് UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് ആവശ്യപ്പെട്ടു. ബെവ്കോ എംപ്ലോയീസ് അസോസിയേഷൻ INTUC തൃശൂർ ജില്ലാ കൺവെൻഷൻ തൃശൂർ K. കരുണാകരൻ സ്മാരക ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സെക്രട്ടറി KB അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി മുഖ്യാതിഥിയായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി A. ജേക്കബ്, സംസ്ഥാന ഭാരവാഹികളായ MC സജീവൻ, R. ശശികുമാർ, MC പ്രസാദ്, സൂര്യപ്രകാശ്, S. ഹക്കീം, ജില്ലാ ഭാരവാഹികളായ PG ബിനേഷ്, KC ജോഷി, KS ബിബിൻ എന്നിവർ സംസാരിച്ചു. തൃശൂർ ഗവൺമെന്റ് ആശുപത്രി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് 25,000 രൂപ സാമ്പത്തിക സഹായം നൽകി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ N. ശ്രീകുമാർ സൊസൈറ്റി ജോയിന്റ് സെക്രട്ടറി മോഹനന് സഹായധനം കൈമാറി. ബെവ്കോയിൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, ഔട്ട്ലെറ്റുകളുടെ പ്രവർത്തനം 1 മണിക്കൂർ കുറച്ചുകൊണ്ട് രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെ ചുരുക്കുക, അപാകതകൾ പരിഹരിച്ച് സ്റ്റാഫ് പാറ്റേൺ നടപ്പിലാക്കുക, മതിയായ സ്റ്റാഫുകളെ ഷോപ്പുകളിൽ നിയമിക്കുക, വെയർഹൌസുകളിൽ ജോലി ചെയ്യുന്ന ലേബലിംഗ് തൊഴിലാളികൾക്ക് ജോലി സമയത്ത് അപകട സാധ്യതകൾ ഉള്ളതിനാൽ മതിയായ സംരക്ഷണ സംവിധാനം ഉറപ്പുവരുത്തണമെന്നും ജില്ലാ കൺവെൻഷൻ ഒരു പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞാണി ബാറിന് സമീപം ടോറസ് ലോറി ബൈക്കിലിടിച്ചുണ്ടായ അപകടത്തിൽ മധ്യവയസ്ക മരിച്ചു. തൃശൂർ വരവൂരിൽ കതിന പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നവരിൽ 2 പേർ മരിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥ മാർച്ച് 4, 5, 6 തീയതികളിൽ ജില്ലയിൽ പര്യടനം നടത്തും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.